കഥ ആരംഭിക്കുന്നത് ഒരു ദ്വീപിൽ നിന്നുമാണ്. സുറ ഐലൻഡ് എന്നാണ് ആ ദ്വീപിന്റെ പേര്. ആ ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട്. ക്രൂരന്മാരായ കുറ്റവാളികളെ കൊണ്ടുതള്ളുന്നൊരു ദ്വീപാണത്. 12 രാജ്യങ്ങൾ ആ ദ്വീപിന്റെ ഓണർഷിപ്പിലുണ്ട്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ, അതും കൊടും ക്രൂരരായിട്ടുള്ള കുറ്റവാളികൾ ആ ദ്വീപിൽ വസിച്ചു പോരുന്നു. കൂടുതലും ജീവപര്യന്തം അവിടെ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പുറത്തേക്കെത്തിയാൽ ഗവൺമെന്റിനാൽ അവർ കൊല്ലപ്പെടും. ആ ദ്വീപിൽ പ്രത്യേകിച്ച് നിയമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറ്റവാളികൾ അടക്കി ഭരിക്കുന്ന ദ്വീപ്. കഥ അവിടെ നിന്നും ഒരു കൊച്ചുകുട്ടിയിലേക്ക് തിരിയുകയാണ്. ആ ദ്വീപിലെ അന്തേവാസിയായ ആ കൊച്ചുകുട്ടിയെ ദ്വീപിലെ തന്നെ ഒരു സംഘം ക്രിമിനൽസ് ഇട്ട് കൊല്ലുവാൻ വേണ്ടി ഓടിച്ചിടുകയായിരുന്നു. ഭയന്ന് ആ കുട്ടി ഓടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അവളുടെ ധൈര്യശാലിയായ അമ്മ മാലി എത്തിച്ചേരുന്നത്. തന്റെ മകൾ ജിന്നിനെ രക്ഷിക്കാൻ ശത്രുക്കൾക്കെതിരെ കനത്ത രീതിയിൽ അമ്പെടുത്ത് വില്ലെയ്ത് ആ അമ്മ പോരാടി. പക്ഷേ ഒരുപാട് എതിരാളികൾ ഉണ്ടല്ലോ, അതും കരുത്തുറ്റ ക്രിമിനൽസ്. അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആ അമ്മയ്ക്ക് പറ്റുമായിരുന്നില്ല. അതോടെ മകൾ ജിന്നിനെയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ ആ അമ്മ ശ്രമിക്കുകയാണ്. ഓടിയവർ കടൽ തീരത്തേക്കെത്തി. പക്ഷേ അവിടെ വെച്ച് ക്രിമിനൽസ് അവരെ കടന്നുപിടിച്ചു. മാലിയെ അവർ ആക്രമിക്കാൻ തുടങ്ങി. ജിന്നിനെ പിടികൂടി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ദ്വീപിലേക്ക് എത്തിയിരുന്ന പുതിയൊരു കുറ്റവാളി കടന്നു വരുന്നത്. പൂർണ്ണമായും ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു ആ മനുഷ്യൻ. അയാളുടെ പേര് കിം എന്നായിരുന്നു. കിം ഒരു മുൻകാല പോലീസ് ഓഫീസറും ഏജന്റും ഒക്കെയായിരുന്നു. ഒരു ഗ്യാങ്സ്റ്റർ ബോസിനെയും അയാളുടെ കുടുംബത്തെയും പൂർണ്ണമായും കൊലപ്പെടുത്തിയതിന് ശിക്ഷ വിധിക്കപ്പെട്ട് ആ ദ്വീപിലേക്ക് എത്തിപ്പെട്ടതാണ് കിം. മാലിയെയും ജിന്നിനെയും ഒരു സംഘം ആക്രമിക്കുന്നത് കണ്ടതും അതിലേക്ക് കിം ഇടപെട്ടു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. അവരെ പിടികൂടാൻ വന്ന ക്രിമിനൽസിനെ മുഴുവൻ കിം അടിച്ചൊതുക്കി. എല്ലാവരെയും അടിച്ചിട്ട ശേഷം കിം കൂട്ടത്തിൽ ഒരാളോട് കുന്നെന്ന് പറയുന്ന വ്യക്തി ഇവിടെ എവിടെയാണുള്ളത് എന്ന തരത്തിൽ ചോദിച്ചു. ജിന്നിനെ പിടികൂടാൻ വന്ന ആ ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നു കുൻ. കുറ്റവാളികളുടെ ആ ദ്വീപ് അടക്കി ഭരിക്കുന്ന ഏറെ ക്രൂരനായിട്ടുള്ള കുറ്റവാളി. ജിന്നിനെ പിടികൂടാൻ വന്ന കുന്നിന്റെ ആളുകൾ അത്രമേൽ കുന്നിനെ ഭയപ്പെട്ടിരുന്നു. കുന്നിന്റെ ആളുകൾ മുഴുവൻ വീണതും മാലിയും മകൾ ജിന്നും സുരക്ഷിതരായി. ജിൻ കിമ്മിനടുത്ത് ചെന്ന് സംസാരിച്ചു. കിം ജിന്നിനോട് കുന്നിന്റെ സങ്കേതത്തിലേക്ക് തന്നെ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. മാലി അപ്പോഴും ബോധരഹിതയായി കിടക്കുകയാണ്. ആദ്യം തങ്ങളെ സുരക്ഷിതമായ തങ്ങളുടെ ഹൈഡൌട്ടിലേക്ക് എത്തിക്കാമോ എന്ന് ജിൻ ചോദിച്ചു. കിം സമ്മതിക്കുകയാണ്. മാലിയെ പൊക്കിയെടുത്ത് തോളിലിട്ട് ജിന്നിനൊപ്പം അവരുടെ ഹൈഡൌട്ടിലേക്ക് കിം പുറപ്പെട്ടു. അങ്ങനെ യാത്ര ചെയ്ത ആ ഐലൻഡിലെ മലഞ്ചെരുവിലുള്ള ഒരിടത്തേക്ക് കിം എത്തിച്ചേർന്നു. അവിടെ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവരൊക്കെ കുറ്റവാളികളാണ്. പക്ഷേ ക്രൂരനായ കുന്നിന്റെയും അയാളുടെ ആളുകളുടെയും അക്രമം ഭയന്ന് അവർ അവിടെ ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഒളിച്ചു താമസിക്കുന്ന ആ സംഘത്തിന്റെ നേതാവ് ബൗ എന്ന വ്യക്തിയാണ്. അങ്ങോട്ടേക്ക് കിം വരുന്ന കണ്ടതും ബൗ ആദ്യം അയാളെ തുരത്തിയോടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജിൻ അവരോട് സംസാരിച്ചു. തന്നെയും അമ്മ മാലിയെയും കിം എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്നവൾ വിശദീകരിച്ചു പറഞ്ഞു. അവരുടെ ഏരിയ പരിധി വിട്ട് പുറത്തേക്ക് പോയതിന് ബൗ എന്ന ജിന്നിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അവൾ അങ്ങനെ പുറത്തു പോയതുകൊണ്ടാണ് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവേണ്ടിയിരുന്നതെന്നും നിന്റെ അമ്മയുടെ ജീവനും അപകടത്തിലായത് കണ്ടില്ലേ എന്നും ബൗ ചോദിക്കുന്നുണ്ട്. കൂടുതൽ ജാഗ്രതയോടെ ഇനി പ്രവർത്തിക്കണം എന്ന് ജിന്നിനോട് ബൗ എടുത്തു പറഞ്ഞു. കിമ്മിന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു. കുറച്ചു കഴിഞ്ഞതും കിം ബാവുവിനോട് കുഞ്ഞിന്റെ ഇടം എവിടെയാണ് എന്ന് ചോദിച്ചു. അവനെ എതിരിട്ട് തനിക്ക് വകവരുത്തണം എന്നും കിം പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ബൗവും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒന്ന് ഞെട്ടി. കിം അങ്ങനെ വെല്ലുവിളിക്കുന്നതും എതിരിടാൻ പോകുന്നതും ഒരു സാധാരണക്കാരനെയല്ല, ക്രൂരന്മാരിൽ ക്രൂരനായ ആ ഐലൻഡ് അടക്കി ഭരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. പക്ഷേ ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. കുഞ്ഞിനെയും കിമ്മിനെയും കണക്ട് ചെയ്യുന്ന ഒരു കറുത്ത ഭൂതകാലമുണ്ട്. വളരെ സാധാരണക്കാരനായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കിമ്മിനെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് കുഞ്ഞാണ്. കുഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞത്. എല്ലാ കാര്യവും ബൗ മനസ്സിലാക്കി. കുഞ്ഞിന്റെ ഇടത്തെപ്പറ്റി വിവരങ്ങൾ അറിയാവുന്നത് മാലിക്ക് മാത്രമാണ് എന്നായിരുന്നു ബൗ പറഞ്ഞത്. മാലിയുടെ ബോധം തെളിയുന്നവരെ അവിടെ കാത്തിരിക്കാൻ അതോടെ കിം തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞതും കിം ഒറ്റയ്ക്കിരുന്നപ്പോ ബൗ കിമ്മിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ എളുപ്പത്തിൽ കുഞ്ഞിനെ എതിരിടാൻ പറ്റില്ലെന്നും അവനത്ര പ്രശ്നക്കാരനും ക്രൂരനുമാണ് എന്നുമൊക്കെ വലിയ ആരാധനാ രീതിയിൽ ബൗ കിമ്മിനോട് പറയാൻ തുടങ്ങി. കിമ്മിനത് ഇഷ്ടപ്പെട്ടില്ല. ബൗവിന് കിം നല്ലൊരു അടി കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം പുലർച്ചെയായി. മാലി മയക്കത്തിൽ നിന്നുണർന്നിരുന്നു. ജിന്നിനെ മാലി നേരിട്ട് കണ്ടപ്പോ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. തലേന്ന് ഒക്കെ അവസാനിച്ചു എന്ന് മാലി കരുതിയതായിരുന്നു. തങ്ങളെ രക്ഷപ്പെടുത്തിയത് കിമ്മാണ് എന്ന് പറഞ്ഞ് ജിൻ കിമ്മിനെ മാലിക്ക് കാണിച്ചു കൊടുത്തു. കിമ്മിനെ
കണ്ടതും മാലിക്ക് ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. കിമ്മിനെ ആക്രമിക്കാൻ മാലി മുന്നിട്ടു ചെന്നു. അത് കണ്ടതും കിമ്മും ഒന്ന് ഞെട്ടിയിരുന്നു. കിമ്മിന് കാര്യം മനസ്സിലായില്ല. പിന്നാലെ മാലിയിൽ നിന്ന് തന്നെ കിം അക്കാര്യം മനസ്സിലാക്കി. മാലിയും ഭർത്താവും അസാസിൻസ് ആയിരുന്നു. പല കുറ്റകൃത്യങ്ങളും ഒരുപാട് കുറ്റകൃത്യങ്ങൾ പ്രവർത്തിച്ചവർ. അന്നവരെ അറസ്റ്റ് ചെയ്തതും ഈ ഐലൻഡിലേക്ക് അവരെ അയച്ചതും പോലീസ് ഓഫീസറായ കിം ആയിരുന്നു. ഐലൻഡിലേക്ക് അയക്കപ്പെടുമ്പോൾ മാലി ഗർഭിണിയായിരുന്ന വിവരം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഐലൻഡിൽ വെച്ച് ജിന്നിന് ജന്മം നൽകാനും അവിടെ അങ്ങനെ ഒരു കുട്ടി വളരാനും കാരണമായത്. കിമ്മിനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഇടം പറഞ്ഞുകൊടുക്കാൻ മാലി തയ്യാറാവുകയാണ്. കുഞ്ഞിനടുത്തേക്ക് പോയാൽ കിമ്മിന് നല്ല പണി കിട്ടും എന്ന് മാലിക്ക് അറിയാമായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് കുഞ്ഞിന്റെ ഇടം ലക്ഷ്യമാക്കി കിം യാത്ര തിരിച്ചു. അവിടെ വലിയൊരു അഗ്നിപർവ്വതമുണ്ട്. ആ ഭാഗത്തേക്കായിരുന്നു കിമ്മിന് പോവേണ്ടിയിരുന്നത്. കിം അങ്ങനെ യാത്ര തിരിക്കുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് കിമ്മിന്റെ പിന്നിൽ ഒരു ശബ്ദം കേട്ടു. ഞെട്ടിത്തിരിഞ്ഞവൻ തിരിഞ്ഞു നോക്കി. പിന്നിലതാ കുഞ്ഞിന്റെ ആളുകൾ ഒരുക്കിയിരുന്ന കിണിയിൽ ഒരു കുട്ടി പെട്ടുകിടക്കുന്നു. അത് ജിന്നായിരുന്നു. കിമ്മിനെ പിന്തുടർന്ന് വന്നതായിരുന്നു ജിൻ. അഗ്നിപർവ്വതത്തിനടുത്തേക്ക് പോവാൻ എളുപ്പമുള്ള വഴി തനിക്ക് അറിയാമെന്നും തന്നെ കിണിയിൽ നിന്ന് മോചിപ്പിക്കാനും ജിൻ അലറി വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിലും ജിന്നിനെ അങ്ങനെ തനിച്ചാക്കി ഉപേക്ഷിച്ചു പോവാൻ പാകത്തിന് ക്രൂരമനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നില്ല കിം. ജിന്നിനെ മോചിപ്പിച്ച് കിമ്മും ജിന്നും കൂടി മുമ്പോട്ടേക്ക് യാത്ര തുടങ്ങി. ആ നടക്കുന്ന സമയത്ത് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ജിൻ കിമ്മിനോട് പറഞ്ഞു. ഇവിടെ എത്തിയതിനു ശേഷം അവളുടെ അച്ഛനായിരുന്നു ഈ ഐലൻഡ് ഭരിച്ചിരുന്നത്. വളരെ കഴിവുള്ള ഒരു മികച്ച ഫൈറ്റർ ആയിരുന്നു അവളുടെ അച്ഛൻ. പക്ഷേ ഒരു ഘട്ടത്തിൽ ക്രൂരതയൊക്കെ മാറ്റി നല്ല മനുഷ്യനായി ജീവിക്കണം എന്നവളുടെ അച്ഛന് തോന്നി. പക്ഷേ അതിന് സമ്മതമല്ലാതിരുന്ന അധികാരം ആഗ്രഹിച്ചിരുന്ന കുൻ അവളുടെ അച്ഛനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. വീണ്ടും അവർ മുമ്പോട്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. യാത്രക്കിടയിൽ കുഞ്ഞിന്റെ ആളുകൾ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ട ബൗവിന്റെ സംഘത്തിലെ ആളുകളെ ജിൻ നോക്കിക്കണ്ടു. കിമ്മും അവരെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളുടെ പക്കൽ ഒരു പാവയും കിം നോക്കിക്കണ്ടു. അത് കിമ്മിന്റെ പഴയ ഓർമ്മകളിലേക്ക് കിമ്മിനെ കൊണ്ടുപോയി. അതുപോലൊരു പാവ കിമ്മിന്റെ പ്രിയപ്പെട്ട മകൾക്കുമുണ്ടായിരുന്നു. തന്റെ ആ പഴയ ഓർമ്മകളിൽ കിം മുഴുകിയിരുന്നു പോയ ആ നിമിഷത്തിൽ പതിയെ വന്ന് ജിന്നിനെ കുഞ്ഞിന്റെ കുറച്ചാളുകൾ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരികെത്തിയ കിം ജിന്നിനെ പിടിച്ചുകൊണ്ടുപോയ വ്യക്തിയെ ഫോളോ ചെയ്ത് ഒഴിഞ്ഞുകിടന്ന ഒരു കെട്ടിടത്തിലേക്ക് എത്തി. അതിനകം ഒരു ജയില് പോലായിരുന്നു. കുഞ്ഞിന്റെ ആളുകൾ ബലമായി പിടിച്ചിട്ട കുറേയധികം തടവുപുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന കിമ്മിന് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ആളുകളോട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ആദ്യത്തെ ബിൽഡിംഗിലെ എതിരാളികളെ മുഴുവൻ വകവരുത്തിയ ശേഷം അടുത്ത ബിൽഡിംഗിലേക്ക് കിം കടന്നു ചെന്നു. അവിടായിരുന്നു ജിൻ ബന്ദിയായിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിന്റെ പ്രധാനപ്പെട്ട കയ്യാളായ ഒരു വ്യക്തിയായിരുന്നു ആയിടത്തിന്റെ നേതാവായിട്ടുണ്ടായിരുന്നത്. അയാളുടെ കീഴിലുള്ള നിരവധി ക്രിമിനൽസും അവിടം കാത്തുസൂക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു. അവർക്ക് മുമ്പിലേക്കായിരുന്നു കിം കടന്നെത്തിയത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവിടെയും വീണ്ടും ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ ജിന്നിനെ സുരക്ഷിതമായി കിം മോചിപ്പിച്ചെടുത്തു. ജിന്നിനടുത്തെത്തി കിം പറഞ്ഞു, ഇവിടെ അധിക നേരം തുടരണ്ട. നിന്റെ ഹൈഡൌട്ടിലേക്ക് ബൗവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാകും നിനക്ക് നല്ലത്. മനസ്സില്ലാ മനസ്സോടെ ജിൻ അതിന് സമ്മതിച്ചു. ഹൈഡൌട്ടിലേക്ക് തിരികെ പോവാൻ ആരംഭിച്ചു. ജിൻ പോകുന്നത് കിം നോക്കി നിൽക്കെ കിമ്മിന്റെ അടിയേറ്റ് താഴെ വീണിരുന്ന ഒരു ശത്രു കിമ്മിനെ വകവരുത്താൻ പിന്നിൽ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. കിം അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ കൃത്യസമയം മാലി അങ്ങോട്ടേക്ക് വന്നെത്തി. മാലിയുടെ അമ്പ് കിമ്മിനെ ആക്രമിക്കാൻ നിന്ന വ്യക്തിയുടെ ജീവനെടുത്തു. മാലയുടെ കൂട്ടത്തിൽ ബൗവും ആളുകളും ഉണ്ടായിരുന്നു. ജിന്നിനെ അന്വേഷിച്ച് വന്നതായിരുന്നു അവർ. ജിൻ എവിടെയെന്ന് കിമ്മിനോട് അവർ തിരക്കി. ജിന്നിനെ താൻ സുരക്ഷിതമായി ഹൈഡൌട്ടിലേക്ക് തിരികെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് കിം പറഞ്ഞു. അവിടെ നിന്നും വെറും കൈയോടെ പോകുവാൻ ബൗവും സംഘവും ഒരുക്കമായിരുന്നില്ല. കുഞ്ഞിന്റെ ആളുകൾ ബന്ദിയാക്കിയിരുന്ന പാവം പ്രിസണേഴ്സിനെ മോചിപ്പിച്ചായിരുന്നു അവർ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ ഇതേ സമയം അവരാരും അറിയാതെ ആ കൂട്ടത്തിൽ കുഞ്ഞിന്റെ ഒരു വ്യക്തി വിദഗ്ധമായി കടന്നു കളഞ്ഞിരുന്നു. നടന്ന കാര്യം
കാര്യങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായിരുന്ന കുഞ്ഞിന്റെ ആളായ ആ വ്യക്തി കുഞ്ഞിന് മുമ്പിലെത്തി കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തു. വളരെ ശക്തനായ ഒരു മനുഷ്യൻ ഐലൻഡിൽ എത്തിയിട്ടുണ്ടെന്നും തങ്ങളുടെ ഇടത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും അയാൾ കൊന്നുകളഞ്ഞു, കുഞ്ഞിനെ വകവരുത്താനാണ് അയാൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അവൻ പറഞ്ഞത്. അത് കേട്ടതും അത് കിമ്മായിരിക്കും എന്നൊരു ഊഹം കുഞ്ഞിന് തോന്നിയിരുന്നു. കിമ്മിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ഓർമ്മ ആ സമയം കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. അന്നൊരു ദയ പോലും കിമ്മിന്റെ കുടുംബത്തോട് കുൻ കാണിച്ചിരുന്നില്ല. കുൻ പിന്നെ ഒട്ടും മടിച്ചില്ല. തന്റെ ഏറ്റവും മികച്ച കയ്യാളുകളെ വിളിച്ചു വരുത്തി കിമ്മിനെ ട്രാക്ക് ചെയ്യാനും വകവരുത്താനും ആവശ്യപ്പെട്ടു. അധികം വൈകിയില്ല. ഹൈഡൌട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജിന്നിനെ കുഞ്ഞിന്റെ ആളുകൾ വന്നു വളഞ്ഞു. അവർ ജിന്നിനെതിരെ അമ്പെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. അമ്പ് കൊണ്ടാൽ ജിന്നിന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുറപ്പായ നിമിഷം ഭാഗ്യവശാൽ കൃത്യസമയം അങ്ങോട്ടേക്ക് കിം വന്നു ചേർന്നു. അവിടെ കിടന്ന ഒരു കട്ടിലെടുത്ത് അത് മറയാക്കി അമ്പെയ്ത്തിൽ നിന്നും ജിന്നിനെ രക്ഷപ്പെടുത്തി. അവിടെ നിന്നും ആരംഭിച്ചത് ഒരു പോരാട്ടമായിരുന്നു. ജിന്നിനെയും കിമ്മിനെയും വകവരുത്താൻ കുഞ്ഞിന്റെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ ജിന്നിനെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് എത്തിക്കാൻ കിമ്മിന് കഴിഞ്ഞു. അവിടെ ഒരിടത്ത് സുരക്ഷിതമായി മറഞ്ഞിരിക്കാൻ കിമ്മിന് സാധിച്ചിരുന്നു. എന്നിരുന്നാലും ശത്രുക്കളെയ്തൊരു അമ്പ്, വിഷം പുരട്ടിയ അമ്പ് കിമ്മിന്റെ ശരീരത്തിൽ തറച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് മാലി വന്നെത്തിയിരുന്നു. തന്റെ മികച്ച സ്കില്ലുകൊണ്ട് കുഞ്ഞിന്റെ ആളുകളെ വകവരുത്താൻ മാലിക്ക് കഴിഞ്ഞു. പിന്നാലെ ജിന്നും കിമ്മും മറഞ്ഞിരുന്നിടത്തേക്ക് മാലി എത്തിച്ചേർന്നു. ജിൻ സുരക്ഷിതമായി രക്ഷപ്പെടുത്തപ്പെട്ടിരുന്നല്ലോ. കിമ്മാണെങ്കിൽ വിഷമുള്ള അമ്പേറ്റ് അവശതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ മകളെ രക്ഷപ്പെടുത്തിയതിന് കിമ്മിനോട് മാലിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദി തോന്നി. വളരെ പെട്ടെന്ന് തന്നെ വിഷമേറ്റതും മനസ്സിലാക്കിയ മാലി ആവശ്യമായ മറുമരുന്നുടൻ ചെയ്തു. പക്ഷേ അതൊരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. കിമ്മിന്റെ ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഹൈഡൌട്ടിലേക്ക് അവനെ കൊണ്ടുപോകണമായിരുന്നു. അത്രയും ഭാരമുള്ള കിമ്മിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകൽ മാലിക്ക് സാധ്യമായിരുന്നില്ല. പക്ഷെ അധികം വൈകാതെ ബൗവും സംഘവും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. കിമ്മിനെ അവിടെ വിട്ട് രക്ഷപ്പെട്ടു പോകാമെന്നായിരുന്നു ബൗ ആദ്യം പറഞ്ഞത്. കുഞ്ഞിന്റെ ആളുകൾ ചിലപ്പോൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ജിൻ അതിനെതിരെ നിന്നു. കിമ്മില്ലെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നുവെന്നും കിമ്മിനെ രക്ഷപ്പെടുത്തണം എന്നും അവൾ ആവശ്യപ്പെട്ടു. ഇമോഷണലായ അവളുടെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ തൊട്ടിരുന്നു. ഒടുവിൽ കിമ്മിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. പക്ഷേ കുഞ്ഞിന്റെ ആളുകൾ വന്നേക്കാം. അവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. ബൗവും മറ്റൊരാളും ആ ദൗത്യം ഏറ്റെടുത്തു. ബാക്കിയുള്ളവരോട് കിമ്മിനെ സുരക്ഷിതമായി ഹൈഡൌട്ടിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. പിന്നാലെ ബൗവും കൂട്ടാളിയും ചേർന്ന് കുഞ്ഞിന്റെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വഴിയിലേക്ക് ഓടി. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴികളും ബൗവും കൂട്ടാളിയും കൂടി പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു പ്രധാന പ്രശ്നം സംഭവിച്ചു. ബൗവും കൂട്ടാളിയും രണ്ട് രാജ്യത്തിൽ നിന്നുള്ളവരാണ്. പരസ്പരം അവർ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇരുവരുടേതും രണ്ട് ഭാഷകളായിരുന്നു. ബൗവിന്റെ കൂട്ടാളി ഒരു ഇന്തോനേഷ്യക്കാരനായിരുന്നു. അയാൾക്കാണെങ്കിൽ കൊറിയനും ഇംഗ്ലീഷും ഒന്നും അറിയുകയുമില്ല. എന്തായാലും മാനേജ് ചെയ്ത് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരപകടം സംഭവിച്ചു. ബൗ ഒരു കെണിയിൽ വീണു. കൂട്ടാളിയോട് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ബൗ പറഞ്ഞെങ്കിലും കൊറിയൻ അറിയാത്ത കൂട്ടാളിക്ക് ബൗ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായില്ല. ഒടുവിൽ തന്റെ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച അയാളും അവിടെ ഉണ്ടായിരുന്ന കെണിയിൽപ്പെടുകയാണ്. ഇതേസമയം മറുവശത്ത് കിമ്മിനെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കാൻ ഹൈഡൌട്ടിലെ ആളുകൾക്ക് പറ്റിയിരുന്നു. അവിടുത്തെ വൈദ്യന്മാർ കിമ്മിന് വേണ്ട ചികിത്സകൾ ചെയ്തു. അന്ന് രാത്രിയോടെ ബൗവും കൂട്ടാളിയും കുടുങ്ങിക്കിടക്കുന്നിടത്തേക്ക് കുഞ്ഞിന്റെ ആളുകൾ വന്നെത്തുകയാണ്. കുഞ്ഞിന്റെ വലം കൈയായ ജെറുഗല്ലായിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. കുഞ്ഞിനെ പോലെ തന്നെ വളരെ ക്രൂരനായ ദയയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ജെറുഗൽ. ആദ്യം രണ്ടാളെയും വകവരുത്താൻ ജെറുഗൽ ഉത്തരവിട്ടിരുന്നു. പിന്നെ എന്തോ ആലോചിച്ച ജെറുഗൽ ബൗവിനെ വെറുതെ വിട്ടു. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ബൗവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഓടിയ ബൗ പുലർച്ചെയോടെ ഹൈഡൌട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നെത്തുകയാണ്. പക്ഷേ ബൗവിനറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ബൗ പോകുന്ന വഴിയെ പിന്തുടർന്ന് ഹൈഡൌട്ട് കണ്ടെത്താൻ ജെറുഗൽ ഒരാളെ ബൗവിന് പിന്നാലെ അയച്ചിരുന്നു. ഒടുവിൽ ജെറുഗലിനും സംഘത്തിനും ബൗവിന്റെ ഹൈഡൌട്ട് മനസ്സിലാവുകയാണ്. അങ്ങോട്ടേക്ക് ബൗവിന്റെ കൂട്ടാളിയെയും കൂട്ടി അവർ കടന്നു വന്നു. അവിടെ തന്നെ കിമ്മും ഉണ്ടാകും എന്ന് ജെറുഗലിന് അറിയാമായിരുന്നു. കിമ്മിനെയടക്കം ഏവരെയും കൊന്നു തള്ളിയേക്കാൻ ജെറുഗൽ തന്റെ ആളുകൾക്ക് ഉത്തരവ് കൊടുത്തു. അവർ ഹൈഡൌട്ടിലേക്ക് ആളുകളെ കൊല്ലുവാൻ പാഞ്ഞിറങ്ങി. ഇതേ സമയം കിം അപ്പോഴും ചികിത്സയുടെ ഭാഗമായി മയക്കത്തിലായിരുന്നു. അവൻ ഉണർന്നിരുന്നില്ല. മറുവശത്ത് ശക്തമായ പോരാട്ടം നടക്കുകയായിരുന്നു. ബൗവിന്റെ ആളുകൾ ജെറുഗലിന്റെ ആളുകളോട് പിടിച്ചു നിൽക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഓരോരുത്തരായി കൊല്ലപ്പെട്ട് വീണുകൊണ്ടിരുന്നു. ഒടുവിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് മാലിയടക്കം താഴെ വീണിരുന്നു. തന്റെ അമ്മ കൊല്ലപ്പെടും എന്ന് കണ്ടതും ജിൻ അങ്ങോട്ടേക്ക് ധൈര്യത്തോടെ ഓടിച്ചെന്നു. അവിടെ വീണ്ടും ഒരാക്രമണം ഉടലെടുത്തു. മാലി കൊല്ലപ്പെടും എന്ന് കണ്ടതും ജെറുഗലിനെ ആക്രമിക്കാൻ ബൗ ഓടി വന്നു. പക്ഷേ വിദഗ്ധമായി ഒഴിഞ്ഞുമാറിയ ജെറുഗൽ ബൗവിനെ വകവരുത്തുകയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കിം കണ്ണു തുറന്നിരുന്നു.
മരുന്നുകളുടെ സഹായത്തിലുള്ള പുതിയ ഉണർവോടെ കിം പുറത്തേക്കിറങ്ങി വന്നു. ശത്രുക്കൾ കിമ്മിനെതിരെ വട്ടമിട്ട് നിരന്നിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഹൈഡൌട്ടിൽ ജീവനോടെയാകെ ബാക്കിയായത് മാലിയും ജിന്നും മാത്രമായിരുന്നു. ബാക്കി ഏവരും ജെറുഗലിന്റെയും സംഘത്തിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തന്നെ സഹായിച്ചവർ ചുറ്റിലും കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കിമ്മിന്റെ മനസ്സലിയിച്ചിരുന്നു. വെറിയോടെ കുഞ്ഞിനെതിരെയുള്ള പ്രതികാരം തീർക്കുവാൻ അവിടെ നിന്നും കിം പുറപ്പെട്ടു. തന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി, ബൗവിനും സംഘത്തിനും വേണ്ടി നീതി നടപ്പാക്കാൻ കിം തീരുമാനിച്ചിരുന്നു. ഒടുവിൽ കുഞ്ഞിന്റെ ഇടത്തേക്ക് കിം എത്തിച്ചേരുകയാണ്. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാവലുണ്ടായിരുന്ന കുഞ്ഞിന്റെ മുഴുവൻ കയ്യാളുകളെയും കിം വകവരുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കുഞ്ഞിന് മുമ്പിലേക്ക് കിം എത്തിച്ചേർന്നു. ആ ഒരു നിമിഷത്തിനു വേണ്ടി നാളുകളായി കിം കാത്തിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് കിം ഒരു വെളിപ്പെടുത്തൽ നടത്തി. കുഞ്ഞിന്റെ ഫാമിലിയെ മുഴുവൻ താൻ ഇല്ലാതാക്കിയെന്നും അതിന്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതെന്നും അത് കുഞ്ഞിനെയും വെറുപിടിപ്പിച്ചിരുന്നു. പിന്നെ അവിടെ നടന്നത് കനത്ത ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റവും ഒടുവിൽ കിം കുഞ്ഞിനെ വകവരുത്തി കളഞ്ഞു. ഇതേ സമയം കടൽ തീരത്ത് കിം മടങ്ങി വരുവാൻ വേണ്ടി ജിൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കിമ്മിനാകട്ടെ വലിയൊരു സമാധാനം അനുഭവപ്പെട്ടു. തന്നോട് ക്രൂരത ചെയ്തവരെ, തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ താൻ ഇല്ലാതാക്കി എന്നൊരാശ്വാസം കിമ്മിൽ നിറഞ്ഞു വന്നു. തന്റെ ദൗത്യം പൂർണ്ണമായതും ജിന്നിന്റെയും മോളിയുടെയും അടുത്തേക്ക് പോകാൻ കിം തീരുമാനിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.